ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാണ്. ഗൈഡൻസ് മെസ്സേജ് അല്ല, ഒരു വ്യത്യാസമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും ഗൈഡൻസും എപ്പോഴും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, മറ്റുള്ളവരുടെ ഒപ്പീനിയനിൽ നിങ്ങൾ എന്താണ്, നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അത് ആരും ആവാട്ടോ, ഫാമിലി, ഫ്രണ്ട്സ്, ബന്ധുക്കൾ, എന്താ പറയുക, കൂടെ വർക്ക് ചെയ്യുന്നവർ, നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുന്ന ആരെങ്കിലും. ഓക്കെ, അവർക്ക് നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഓക്കെ, ഒരു ഗോസിപ്പ് എന്ന് പറയാം നമുക്ക്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഈ കാർഡ്സ് യൂസ് ചെയ്ത് കിട്ടുമെന്ന് ഞാൻ ഒരു എക്സ്പെക്ടേഷനിലാണ്. ലെറ്റ്സ് സീ. ഓക്കെ, ഫാമിലി, റൂം, പോവർട്ടി, distant horizon, thief. Okay, bad health. Okay, എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഫാമിലി റൂം എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധുക്കൾ, ഓക്കെ, കൂടുതലും നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം. നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരു സംസാരമുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ബന്ധുക്കൾ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ല ഫാമിലി ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങളെക്കുറിച്ച് ചില സംസാരങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അവർ പറയുന്നത്, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ സ്റ്റേജാണ് എന്നൊരു കാര്യം, അങ്ങനെ വല്ലതും ഉണ്ടാവാം. അതിപ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ ലോസ് ആയിരിക്കാം. ഓക്കെ, മെയിൻലി പോവർട്ടി ആൻഡ് തീഫ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില പണനഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം, പണത്തിൻ്റെ ലോസ് വന്നിട്ടുണ്ടാവാം, ചിലവർക്ക് ജോലി പോയി, അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു പണത്തിൻ്റെ ലോസ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളവ് പോയതായിരിക്കാം, അല്ലെങ്കിൽ മീൻസ് കളവ് ഇൻ ദ സെൻസ് നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ആ തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വല്ല ലോസ് അങ്ങനെ വല്ലതും വന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഒരു ലോസ്, ആ രീതിക്ക്. അപ്പോൾ ഒരു നിങ്ങളെ ആരെങ്കിലും ചതിച്ച് ചീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലോസ് വന്നതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു പണത്തിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. ഫാമിലി ലൈഫ് നിങ്ങളുടെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലായിരിക്കാം. ഓക്കെ, ആൻഡ് ചിലവർക്ക് നിങ്ങളുടെ ഹെൽത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഐ തിങ്ക് നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് സംസാരത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ഇപ്പോൾ മോശമാണ്, അല്ലെങ്കിൽ ഹെൽത്ത് വൈസും ഓക്കെ, ഹെൽത്ത് ആൻഡ് മണി വൈസ് ഐ തിങ്ക് നിങ്ങൾക്ക് രണ്ടും ചില പ്രശ്നങ്ങൾ, ഒന്നായിരിക്കാം രണ്ടും ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംസാരം മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുന്നുണ്ടാവാം. ആൻഡ് ഇവിടെ ഡിസ്റ്റൻറ്റ് ഹൊറൈസൺ എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് മേ ബി നിങ്ങൾ ഓൾറെഡി ദൂരെ നാട്ടിൽ ജീവിക്കുന്നവരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ദൂരെ പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം ഇപ്പോൾ. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷൻ വന്ന കാരണം, ഹെൽത്തിൻ്റെ അല്ല, ബാക്കി ലൈക്ക് പണത്തിൻ്റെ ഇഷ്യൂസ് കാരണം നിങ്ങൾ മേ ബി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംസാരം ഫാമിലിയിലൊക്കെ നിങ്ങളുടെ ഒരു സംസാരം നടക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, നോക്കട്ടെ വേറെന്താ പറയുന്നത്. Guardian angel, you are not alone. Stay rooted and grounded. Surround yourself with protective energy. Be devoted and committed. Love and let yourself be loved. Okay. ഐ തിങ്ക് ഫാമിലി നിങ്ങളോട്, പക്ഷേ ഇതൊരു നെഗറ്റീവായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതൊരു നെഗറ്റീവായിട്ടല്ല നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അവർക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്, അവർക്ക് നിങ്ങളുടെ ഫാമിലി അതിൽ അവർക്കൊക്കെ ഒരു ചിലവർക്ക് നിങ്ങളോട് വളരെ ലൈക്ക് സിമ്പതി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, കെയറോടെയാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് ബെറ്റർ ആവണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലും ഉണ്ട്. ഓക്കെ, അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഐ തിങ്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ പേര്. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, എനിക്ക് എവിടെയോ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. സോ മേ ബി നിങ്ങളെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ഇതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ആയാലും മറ്റുള്ളവരായാലും നിങ്ങളുടെ ഈ അവസ്ഥ അറിയുന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ എത്രയും വേഗം ശരിയാവണം എന്ന രീതിയിൽ അവരെയൊക്കെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ചിലവരുടെ ഒരു കണ്ണുതട്ടലുണ്ടാവും, ലൈക്ക്
ചിലപ്പോൾ നിങ്ങൾക്കിത് സംഭവിച്ചത് അവർ പറയുന്നത്, നിങ്ങളുടെ ഫാമിലി പറയുന്നത്, ഐ മീൻ നിങ്ങളുടെ ഫാമിലിയിൽ സംസാരിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് കണ്ണ് തട്ടി എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കണ്ണ് തട്ടിയതായിരിക്കാം, കാരണം അത്രയും നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കും, അപ്പോൾ നിങ്ങൾക്കിത് വന്നു പോയല്ലോ എന്നവർക്കൊരു വിഷമമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണ് തട്ടിയതായിരിക്കാം എന്ന രീതിയിൽ അവർ സംസാരത്തിലുണ്ട്. അത് കറക്റ്റ് ആയിരിക്കാം. ഓക്കെ, ആക്ച്വലി ഇത് നമുക്ക് ആ മെസ്സേജസ് കൂടി ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കണ്ണ് തട്ടിയ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ണ് വെച്ചതായിരിക്കാം. ഓക്കെ, ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്. ഐ തിങ്ക് നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾ വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. നിങ്ങളുടെ ഫാമിലിയിലായാലും ഐ തിങ്ക് നിങ്ങളെ ഒരുപാട് അവരെല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തികളായിരിക്കാം, റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങളെ വളരെ എല്ലാവർക്കും കെയർ തന്നെയാണ് നിങ്ങളോട്. ഓക്കെ, ആൻഡ് ഇവിടെ ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ്. നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ ഒരിക്കലും തനിച്ചാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുടെ പ്രയേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ആര് തന്നെ ആയാലും ശരി, ഐ തിങ്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രയേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ചിലവർ നിങ്ങൾക്ക് എനിമീസും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം കണ്ണു തട്ടിയത് എന്ന രീതിയിലും മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് എന്ന് ഫാമിലി അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങളെ നെഗറ്റീവ് ആരും പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന രീതിക്ക് ആരും ഒന്നും പറയുന്നില്ല. അതായത് നമ്മൾ ചിലവരൊക്കെ അങ്ങനെയുണ്ടല്ലോ, ചില സമയത്ത് നമ്മൾ അങ്ങനെ പറയുമല്ലോ, അവർ ശ്രദ്ധിക്കാതെ ചെയ്തുകൊണ്ട് പറ്റി എന്നൊക്കെ പറയില്ലേ ചിലവരെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളെ കാണുന്നത് നിങ്ങൾ വളരെ ശരിക്കും നല്ലൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ വരരുതായിരുന്നു എന്ന രീതിക്കാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും കേട്ടോ, പണത്തിൻ്റെ ലോസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും വളരെയധികം ഇഷ്യൂസ് നടക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഫാമിലി അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. ഈവൻ ഫ്രണ്ട്സ്, അങ്ങനത്തെ ആരായാലും ഐ തിങ്ക് നിങ്ങളെ അറിയുന്ന ആൾക്കാർ, ഓക്കെ, നിങ്ങൾ വളരെയധികം ഫാമിലി പേഴ്സൺ ആണ് എന്ന് അവർ കരുതുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലിയെ എപ്പോഴും കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ടച്ച് വയ്ക്കുക, നല്ല രീതിയിൽ പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു നിങ്ങളുടെ കെയറിങ് നേച്ചർ കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ആയിരിക്കും മറ്റുള്ളവരോട്. അപ്പോൾ അതുപോലെ തന്നെ അവർ നിങ്ങളെയും കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ യെസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തനിച്ചാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, ഫാമിലി അവരെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചാണ് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഈ നിങ്ങളുടെ ഫാമിലി ആയാലും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഓക്കെ, അറിയുന്ന ആൾക്കാർ, ഓക്കെ, ഈ കാര്യങ്ങൾ അറിയുന്നവർ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും, ഇത് ഐ തിങ്ക് ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ചിലപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ബട്ട് ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വീണ്ടും ട്രാവലിങ്ങിൻ്റെ കാര്യം കാണുന്നുണ്ട്, ലവ് ലൈഫ്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? മെഡിസിൻ മാൻ ഓർ വുമൺ ആൻഡ് ഹെൽത്ത്. ഓക്കെ, ഓക്കെ, ഇതിവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ദൂര രാജ്യങ്ങളിലായിരിക്കാം എന്ന്. ഓക്കെ, അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ വല്ല ബുദ്ധിസ്റ്റ്, അതായത് നിങ്ങൾ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ബുദ്ധിസ്റ്റ് ചാൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ജസ്റ്റ് നമ്മളതിലൊക്കെ ഒരുപാട് നിങ്ങൾ സ്പിരിച്വൽ ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈജിപ്റ്റ് എന്ന് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യമായിട്ടല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇതൊരു എന്ത് ക്ലൈമറ്റാണ് പറയുക ഈജിപ്തിലൊക്കെ, നമ്മൾ ഡെസേർട്ട് എന്ന രീതിയിലൊക്കെ പറയില്ലേ. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമത്തിൻ്റെ സമയങ്ങളെക്കുറിച്ചായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ സ്ട്രഗിൾസിൽ കൂടെ ഗോ ത്രൂ ചെയ്യുകയാണ് എന്ന രീതിക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് അവർക്ക് അറിയുന്നവർക്ക്, ഓക്കെ, അതായത് നിങ്ങൾ ആ ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രഗിൾസ് അറിയുന്നവർ നിങ്ങളെ ഒരുപാട് സിമ്പതി നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ മെഡിസിൻ മാൻ ഓർ വുമൺ ഉണ്ട്. ചിലവർക്ക് ഈ ബാഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വല്ല നേഴ്സ് അങ്ങനത്തെ വല്ലവരൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം,
അല്ലെങ്കിൽ ലൈക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഹീലേഴ്സ് ആയിരിക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഹീലേഴ്സ് ആയിരിക്കാം. അപ്പോൾ ലൈക്ക് റിക്കി ഹീലിംഗ് അങ്ങനത്തെ, ഞാൻ തിങ്ക് ഇന്നലെ മറ്റേ പറഞ്ഞിരുന്നു. സോ അങ്ങനത്തെ വല്ലതും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, കാരണം മെഡിസിൻ മാൻ ആൻഡ് വുമൺ വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾ ഐ തിങ്ക് എവിടെയോ ഹീലിംഗിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നായിരിക്കാം. ഓക്കെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹീലിംഗ് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ, മറ്റുള്ളവരെ കെയറിങ് നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഹെൽത്ത് അഫക്ട് ചെയ്തതും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന കാര്യമായിരിക്കാം അവർ സംസാരിക്കുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് എനർജി ഉണ്ട് നിങ്ങളുടെ, അതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. നിങ്ങൾ പക്ഷേ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ, ഒരുപാട് നിങ്ങൾ ലൈഫിൽ സ്ട്രഗ്ലിംഗ് ഒരു ഫേസ് കൂടെ കടന്നു പോവാണ് എന്നെല്ലാവരും സംസാരത്തിലുണ്ട്. ആൻഡ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അഗെയിൻ നമ്മൾ ഡിസ്റ്റൻറ്റ് ഹൊറൈസൺ പറഞ്ഞിരുന്നു. നിങ്ങൾ ട്രാവലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ട്രാവലിംഗ് വരും നിങ്ങൾക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ എല്ലാവരും ലൈക്ക് നിങ്ങൾ ആ പുറത്ത് പോകാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചോ, അതിന് മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അവർ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. ഓക്കെ, ഒരു മാറ്റം നിങ്ങൾക്ക് വരുമെന്ന് പറയാം. ചിലവർക്കൊരു യാത്ര കാണുന്നുണ്ട്. ആൻഡ് ട്രീസ് യെസ് ഗ്രൗണ്ടഡ് അഗൈൻ, ഞാൻ നേരത്തെയും ഇവിടെ പറഞ്ഞു ഗ്രൗണ്ടഡ് എന്ന രീതിയിൽ, സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. നിങ്ങൾ വളരെ ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആയിരിക്കും. എനിക്ക് നിങ്ങൾ വളരെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, വളരെ കെയറിങ് ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, ഒരു തരത്തിലും അഭിമാനം, അങ്ങനെ ഒരു ഈഗോ ഒന്നുമില്ല, അഭിമാനം അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് ഐ തിങ്ക് അങ്ങനെയൊക്കെ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂട്ട്സ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാം. അതായത് റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പറയുന്ന ഫാമിലി, അതാണ് നിങ്ങളുടെ ഫാമിലി ഇത്ര സപ്പോർട്ടിംഗ് ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫാമിലി ഐ തിങ്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. എല്ലാവരും ആവണമെന്നില്ല കേട്ടോ, കുറേ പേരെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് വരും എന്ന് പറയാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യും. ഓക്കെ, ലവ് ലൈഫ് എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ ലവ് ലൈഫിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി പറയാം. ഓക്കെ, മേ ബി ചിലവർക്കൊക്കെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത് പണത്തിൻ്റെ ലോസ് ആവണമെന്ന് മാത്രമല്ല. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലൈക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും എന്തെങ്കിലും നഷ്ടങ്ങൾ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫെയിലിയർ അങ്ങനത്തെ വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടാവാം. അതിനെക്കുറിച്ചും മറ്റുള്ളവർ ഗോസിപ്പ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, സോ പക്ഷേ എന്തായാലും എനിക്ക് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാവരും. എനിക്ക് ഐ തിങ്ക് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് അവർ, നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാർ. എനിക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഗ്രോത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടേക്കോ. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഹീലിംഗ് പവേഴ്സ് ഉള്ള വ്യക്തിയായിരിക്കാം. അതിനെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പോടെ സംസാരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മതിപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ആക്ച്വലി ഇങ്ങനെയും പറയാം, ലവ് ലൈഫ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളെല്ലാവരും കെയർ ചെയ്യുന്നു എന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കെയർ ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിരിക്കാം അത്, അല്ലെങ്കിൽ വേറെ വ്യക്തികളായിരിക്കാം. അപ്പോൾ അവർ നിങ്ങളുടെ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് ഇപ്പം നിങ്ങളുടെ, ഐ തിങ്ക് ഇത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഐ തിങ്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. ആൻഡ് നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാർ നിങ്ങളെപ്പറ്റി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇതിൽ നമുക്കൊപ്പം ഗൈഡൻസ് ആയിട്ടും ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും ഞാൻ പറഞ്ഞു. ഓക്കെ, ഗൈഡൻസ് വന്നത് നിങ്ങൾ തനിച്ചല്ല എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ ആളുണ്ട്. ആൻഡ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അഡ്വൈസ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.